പാടി പടവെട്ടടിയു പിടയിട കുടിവെടിപ്പടി ഇട അടവാടി കൂടി. എങ്ങനെയാണ് മാപ്പിളമാരിലേക്ക് എത്തിച്ചേരാൻ മാപ്പിളപ്പാട്ട് ഒരു ചരിത്രരേഖയാകുന്നത്? മാപ്പിളപ്പാട്ടു എ സോഴ്സ് ടു റീച്ച് ടു ദ ലൈഫ് ഓഫ് മാപ്പിളാസ്. അതായിരുന്നു. അതായത് ഈവൺ അന്ന് ഇപ്പോൾ ഒരു 1920s എടുക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത്, ഈവൺ മലബാർ ലഹള നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് റീഡിങ്സ് ഉണ്ട്. അത് എങ്ങനെയാണ് മേ ബി അന്നത്തെ പാട്ടുകളിലൊക്കെ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവാമല്ലോ അല്ലെ? എക്സാക്ട്ലി കറക്റ്റ്. ഒരുപാട് പാട്ടുകളും കലാരൂപങ്ങളും റെക്കോർഡ് ചെയ്ത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്ത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലുണ്ട്. അത് ഞാൻ പറയുമ്പോൾ പ്രധാനമായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലൊക്കെ റെക്കോർഡിങ് വരുന്നത് 1960-കളിൽ. അല്ലാഹുവേ ആരാധനക്കർഹൻ നീ മാത്രമേ. ഹലോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഡോക്ടർ മുഹമ്മദ് ഹസീബ്. അദ്ദേഹം ഇത്തവണത്തെ ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പിന് അർഹനായിട്ടുള്ള ആളാണ്. ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് എന്നുള്ളത് അമേരിക്കൻ ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും ഒരുമിച്ച് നൽകുന്ന ഒരു ഫെലോഷിപ്പാണ്. ഇപ്പോൾ തിരൂരങ്ങാടി PSMO കോളേജിലെ ഹിസ്റ്ററി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ മുഹമ്മദ് ഹസീബ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഒരു ഫുൾ ബ്രൈറ്റ് സ്കോളറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടുള്ളത്. ഉടനെ തന്നെ നമ്മൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഒരു ടോക്കിന് വേണ്ടി കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മേ ബി ഒരു റിസർച്ച് അല്ലെങ്കിൽ US-ലൊക്കെ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് ഇൻസൈറ്റ്സ് നൽകാൻ ഡോക്ടർ ഹസീബിന് സാധിക്കും എന്നാണ് കരുതുന്നത്. റൈറ്റ്. സോ ആദ്യം കൺഗ്രാറ്റുലേഷൻ സർ. താങ്ക് യു. ഓക്കെ, എന്താണ് ഈ ഒരു ഫെലോഷിപ്പിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ ഫസ്റ്റ് നമുക്ക്? താങ്ക് യു അജ്മൽ സർ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളെ ഒരു കോൾ ഇന്ന് കിട്ടിയത്. വലിയ സന്തോഷം. ഒരു ഫസ്റ്റ് മൊമെന്റ് തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളുടെ ഒരു ഓഡിയൻസിനോട്, കുട്ടികളോട്, പ്രത്യേകിച്ചും പല മേഖലകളിൽ പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. X&Y ലേണിംഗ് പ്ലാറ്റ്ഫോമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഫുൾ ബ്രൈറ്റ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ചുരുങ്ങിയ പെട്ടെന്ന് ഉത്തരം പറയുകയാണെങ്കിൽ, അമേരിക്കൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും നിങ്ങൾ മെൻഷൻ ചെയ്തതുപോലെ കൊടുക്കുന്ന പല കാറ്റഗറിയിൽ കൊടുക്കുന്ന ഫെലോഷിപ്പുകളാണ്. അത് പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്, ഡോക്ടറൽ പ്രോഗ്രാമിനുണ്ട്, പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമിനുണ്ട്, അക്കാഡമിക് എക്സലൻസ് ആയിട്ട് പോകുന്ന ആളുകൾക്കും ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തത് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ്. അതായത് PhD കഴിഞ്ഞിട്ടുള്ള ഒരു 5 വർഷത്തിൻ്റെ ഇടയിൽ PhD കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ ഒരു പ്രപ്പോസലുമായിട്ട് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഈ ഒരു വളരെ വലിയ ലെഗസി ഉള്ള ഒരു ഫെലോഷിപ്പാണിത്. നമ്മൾ ഒരുപാട് ഫെലോഷിപ്പുകൾ പലപ്പോഴും കാണുന്നതാണ്. ഇത് അക്കാഡമിക്സ് പ്ലസ് കൾച്ചർ പ്ലസ് പീപ്പിൾ ടു പീപ്പിൾ എൻഗേജ് എന്ന് പറയുന്ന ഒരു വലിയ സാധ്യത ഉള്ള ഒരു ഫെലോഷിപ്പാണ് ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് എന്ന് ജനറലി നമ്മൾ പറയുന്ന സാധനം. ഞാനതിന് PhD ചെയ്യുമ്പോൾ തന്നെ ആഗ്രഹിച്ചൊരു സാധനമാണ്. പ്രപ്പോസലൊക്കെ ഏകദേശം ചെയ്തു വെച്ചിരുന്നു, കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്നും ഗ്രീൻസ്ബോറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവരെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ മാറി പോകില്ല, അങ്ങനെ ഇതൊക്കെ കുറച്ച് ഡിലേ ആയി പോയി. ഇപ്പോൾ PhD കഴിഞ്ഞ 2025 ജൂലൈയിലാണ് കഴിഞ്ഞത്. അപ്പോൾ പിന്നെ വീണ്ടും തോന്നി ഇങ്ങനെ ഒന്ന് കൊടുത്താലോ തോന്നിയിട്ട് ഒരു പ്രൊജക്ട് പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. അത് ഞാൻ പ്രൊജക്ട് പ്രപ്പോസൽ എന്ന് പറയാൻ കാരണം, ഈ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിന്റെ ഒരു റാങ്കിങ്ങിൽ ഒരു 80% ദാറ്റ് ഡിറ്റർമിൻഡ് ബൈ ഹൗ യുവർ പ്രപ്പോസൽ, ഹൗ സ്ട്രോങ് ഇറ്റ് ഈസ് എന്നതിൻ്റെ ആസ്പെക്റ്റിലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഉത്തരം പറയുകയാണെങ്കിൽ, ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് കിട്ടാൻ സാധ്യത ആർക്കാണെന്ന് ചോദിച്ചാൽ, ഒരു പുതിയ ടോപ്പിക്ക് ഭംഗിയായി ഇന്ത്യയിലും അമേരിക്കയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു അക്കാഡമിക്കൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് ഒരു പുതിയ ആശയം ഇട്ട് കൊടുത്തിട്ട് അതിനെ നിങ്ങൾക്കൊരു പ്രൊജക്റ്റാക്കി മാറ്റിയിട്ട് പ്രപ്പോസൽ ഉണ്ടാക്കാൻ പറ്റിയാൽ അതായിരിക്കും ഫുൾ ബ്രൈറ്റിൻ്റെ ഒരു 80% നിങ്ങളുടെ വിജയം. അത് പോസ്റ്റ് ഡോക്ടറിലാവട്ടെ, PhD-യുടെ ആവട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെതാവട്ടെ, തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതായത് നമുക്കൊന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു UG കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാൾക്ക് PGക്ക് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇത് എല്ലാ സബ്ജക്ട്സിനും, അതായത് ഇത് സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ? അത് ഏത് സബ്ജക്റ്റിലുള്ള ആളുകൾക്കും ഇത് കൊടുക്കാൻ പറ്റും? ഇത് ഏത് സബ്ജക്റ്റിലുള്ള ആളുകൾക്കും കൊടുക്കാം. അത് ഹ്യൂമാനിറ്റീസ് ആവട്ടെ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ. പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ചില വർഷങ്ങളിൽ അവർ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടാണ് കോൾ ഫോർ ചെയ്യുക. അപ്പോൾ ചില സമയത്ത് ഹ്യൂമാനിറ്റീസ് ഉണ്ടാവാം,
ചില സമയത്ത് ചിലപ്പോൾ സയൻസ് മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ യു ഹാവ് ടു ചൂസ് ഏതാണോ നിങ്ങളുടെ സബ്ജക്ട് ആ ഒരു വർഷത്തിലേക്കായിരിക്കണം കൊടുക്കുക. എല്ലാ വർഷം എന്തായാലും ഒരു ഇപ്പോ ഈ ഒരു ഏപ്രിൽ കാലഘട്ടത്തിൽ അതിന് കോൾ ഫോർ ചെയ്യും. അടുത്ത ജൂലൈ വരെ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം PhD-ക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഫുള്ളി PhD നമുക്ക് US പോയി ചെയ്യലല്ല ഈ പ്രോഗ്രാം. എനിബഡി ഹു എൻറോൾഡ് ഇൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ദേ ക്യാൻ അപ്ലൈ ഫോർ ദ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് ഓൺ ബിഹാഫ് ഓഫ് ദെയർ ഹോം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെ നിങ്ങളോട്. കറക്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ജാന്യൂൽ അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ PhD ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ PhD-യുടെ ഒരു 8 months to 24 months 2 years വരെ അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? PhD-യുടെ ഭാഗമായിട്ട് ഫുൾ ബ്രൈറ്റ് ഫെലോ ആയിട്ട് നമുക്ക് അമേരിക്കയുടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അത് ഫുള്ളി ഫണ്ടഡ് ആയിരിക്കും. ഫുള്ളി ഫണ്ടഡ് ആണ്. അതെ. അപ്പോൾ നിങ്ങളുടെ സ്റ്റൈപ്പൻഡ് ഒക്കെ ആ സമയത്ത് ഇപ്പൊ എല്ലാം ഈ സ്റ്റൈഫൻഡ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സ്റ്റൈഫൻഡ് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ബാക്കി എല്ലാ സ്റ്റൈഫൻഡ് അവിടുന്ന് കിട്ടും. ഡോക്ടറൽ സ്റ്റഡീസിനാണെങ്കിൽ അങ്ങനെ. പോസ്റ്റ് ഡോക്ടറലിനാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു ചില കണ്ടീഷൻസ് ഉണ്ട്. ഒരു 5 കൊല്ലത്തിന്റെ ഒരു ഗ്യാപ്പിൽ നമ്മൾ PhD കഴിഞ്ഞിരിക്കണം. പിന്നെ പ്രിഫർ ചെയ്യുന്നത് ഏർലി കരിയർ സ്കോളേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. PhD കഴിഞ്ഞ് ഒരു ജോബിലേക്ക് കയറി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട് അതിൽ ഏർലി കരിയർ സ്കോളേഴ്സ് എന്ന് പറയുന്ന. പ്ലസ് നമ്മളൊരു റീസെന്റ് PhD കംപ്ലീറ്റ് ആണെങ്കിൽ ആ സബ്ജക്റ്റിൽ ഒരു തീം ഉണ്ടാക്കുക, സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഒരു റിഗർ പ്രോസസ്സാണ് ഇത്. ഇറ്റ്സ് ലൈക്ക് UPSC എക്സാംസ്. ബിക്കോസ് ഞാനൊരു സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത ആസ്പിറന്റ് ആയതുകൊണ്ട് ഇത് ഒരു വർഷത്തേക്കുള്ളൊരു ഒരു പ്രോസസ്സിംഗ് ആണ്. അപ്പൊ കഴിഞ്ഞ ജൂലൈയിൽ കൊടുത്തതാണ്. ഇപ്പൊ ഈ ജൂലൈ ആവാൻ സമയത്താണ് ഫൈനൽ. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ട് പിന്നെ എന്തൊക്കെയാ അവരെങ്ങനെയൊക്കെ ഒരു ടച്ച് പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ USIEF യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്നാണ് അതിന്റെ വെബ്സൈറ്റ്. 160ഓളം കൺട്രീസിൽ ഇതുണ്ട്. എല്ലാ കൺട്രികളിലുള്ള ഒരു അമേരിക്കയുടെ ഇന്ത്യയും കൂടി ചേർന്ന് നടത്തുന്ന, ഇന്ത്യയിലാവുമ്പോൾ USIEF എന്നതിന് പറയും. പാകിസ്ഥാനിലാവുമ്പോൾ അങ്ങനെ പറയും. ബാക്കിയുള്ള രാജ്യങ്ങളിലാവുമ്പോൾ അവരുടെ പേരിലാണ് അത് അറിയപ്പെടുക. അങ്ങനെ മൊത്തം 160ഓളം കൺട്രികളിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് നമ്മൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും ഈ USIEF എന്ന് പറയുന്ന വെബ്സൈറ്റിൽ. ആഫ്റ്റർ സബ്മിറ്റിംഗ് ദ ആപ്ലിക്കേഷൻ ദേ വിൽ സ്ക്രൂട്ടിനൈസ് ഇറ്റ്. ടെക്നിക്കൽ സ്ക്രൂട്ടിനി എന്ന് അതിന് പറയും. അപ്പോൾ നമ്മൾ കൊടുത്ത സാധനങ്ങളൊക്കെ കറക്റ്റ് ആണോ, എല്ലാം നമ്മളെ ടെക്നിക്കലി കറക്റ്റ് ആണെങ്കിൽ അവർ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ദെൻ ദേ ഫർദർ കൺസിഡർ ഇവാലുവേഷൻ റൗണ്ട് എന്ന് അതിന് പറയാം. അത് സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾക്കാണ് കൊടുക്കുക. നമ്മൾ കൊടുത്ത സബ്ജക്റ്റിൽ ആരാണോ എക്സ്പേർട്ട്, അത് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പേർട്ടും US നിന്നുള്ള എക്സ്പേർട്ടുകൾക്കും അവർ ഈ സാധനങ്ങൾ അയച്ചു കൊടുക്കും. എന്നിട്ട് ഇവർ ഇതിനെ റാങ്ക് ചെയ്യും. എത്ര പ്രപ്പോസൽ വന്നോ അതിനനുസരിച്ച് റാങ്ക് ചെയ്യും. റാങ്ക് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ ഫുൾ ബ്രൈറ്റ് നാഷണൽ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുക. അത് ഇൻ്റർവ്യൂ കുറച്ച് മുമ്പേ നമുക്ക് ഡേറ്റ് ഒക്കെ അവർ പറയും, സമയമൊക്കെ അവർ പറയും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഓൺലൈനിലാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ജൂലൈയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നവംബറിലാണ് സ്ക്രൂട്ടിനിയുടെ റിസൾട്ട് വരിക. നവംബർ കഴിഞ്ഞ് നവംബറിൽ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ ഡിസംബറിലാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ ഈ ഒരു 7ഓളം ആളുകളുള്ള പാനലാണ്. ഇന്ത്യൻ ഫാക്കൽറ്റീസ്, അമേരിക്കൻ ഫാക്കൽറ്റീസ് ഒക്കെ ഉള്ള ഒരു, എൻ്റെ ഇൻ്റർവ്യൂവിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 ആളുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പ്രൊജക്റ്റ് കാര്യമായിട്ട് ചോദിക്കും. നമ്മൾ എന്താണോ പ്രൊജക്റ്റ് കൊടുത്തത്, പോസ്റ്റ് ഡോക്ടറലിനായതുകൊണ്ട് തന്നെ അതെന്താണോ അതിൻ്റെ മെത്തഡോളജി, എന്താണ് അതിൻ്റെ റെലവൻസ്, എന്താണ് ഇമ്പോർട്ടൻസ്, എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ്, നിങ്ങൾക്കത് ഇന്ത്യയിൽ തന്നെ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. കാരണം ഇത്ര അമേരിക്കയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ നിന്നും പഠിക്കാനുള്ള സമയത്ത് അപ്പോൾ നമുക്കത് പറയാനുള്ള ലോജിസ്റ്റിക് കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. വൈ വി വാണ്ട് ടു ഗോ ടു US, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ആർക്കൈവൽ സോഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഇത് കഴിഞ്ഞ് നാഷണൽ കമ്മിറ്റി എടുത്ത് കഴിഞ്ഞാലാണ് പിന്നെ ഒരു ഇന്റർവ്യൂ റിസൾട്ട് വന്നാലാണ് നമുക്ക് കിട്ടൂല എന്നുള്ളത്. സാറിന്റെ പ്രൊജക്ട് പ്രപ്പോസൽ എന്തായിരുന്നു? അത് ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട പ്രപ്പോസലാണ്. പ്രൊജക്ട് പ്രപ്പോസൽ ഇപ്രാവശ്യം കൊടുത്തത്. അത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം പറയാനുള്ളത്, ഫുൾ ബ്രൈറ്റ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്, ദ ടോപ്പിക് സബ്ജക്ട് വെരി ക്ലോസ് ടു യുവർ മൈൻഡ്, യു ഹാവ് ടു ബിൽഡ് സംതിങ് ഓൺ ഇറ്റ്. അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ടം. എന്നാൽ നമ്മൾ ഞാൻ വളരെ ആഗ്രഹിച്ചു കൊടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ എൻ്റെ PhD മാപ്പിളപ്പാട്ടിലാണ്. മാപ്പിളപ്പാട്ടില്
മാപ്പിളപ്പാട്ടിൻ്റെ പല തലങ്ങളും മാപ്പിളപ്പാട്ട് എങ്ങനെയാണ് പല കമ്മ്യൂണിറ്റിയുടെ ഡിറ്റർമിൻ ഫാക്ടർ ആവുന്നത്, മാപ്പിളപ്പാട്ടിനെ എങ്ങനെയാണ് ഒരു ഇന്ത്യൻ ഓഷ്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ റീഡ് ചെയ്യാൻ പറ്റുന്നത്, മാപ്പിളപ്പാട്ടിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ചില ടെക്നിക്കൽ സാധനങ്ങൾ, ഇഷലുകൾ, അങ്ങനെ ഉപയോഗിക്കുന്ന പല പല ടെർമിനോളജികൾ, അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളെ നമ്മൾ പഠിച്ച് എങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ റീകൺസ്ട്രക്ഷൻ നടത്താം. സോ മൈ പ്രോജക്റ്റ്, ഫുൾ ബ്രൈറ്റിൻ്റെ പ്രോജക്റ്റ് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഹിസ്റ്ററി റിസർച്ച് സ്കോളറായ ഞാൻ, ഹിസ്റ്ററി ഫാക്കൽറ്റി കൂടെ ആയ ഞാൻ, ഹിസ്റ്ററി സ്റ്റുഡൻ്റായ ഞാൻ കൊടുത്തത് ക്ലബിംഗ് വിത്ത് എത്നോമ്യൂസിക്കോളജി, ഹൗ ടു ക്ലബ് ടു സബ്ജക്ട്, ടു ഡിസിപ്ലിൻസ് ടുഗദർ, ഹിസ്റ്ററി പ്ലസ് എത്നോമ്യൂസിക്കോളജി. പാട്ടുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ കലാരൂപങ്ങളെ കുറിച്ചുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് അവരുടെ കലാരൂപങ്ങളും പാട്ടുകളും അവരെ സ്വാധീനിക്കുന്നതെന്ന് പറയുന്നത്, മാപ്പിളപ്പാട്ട് എന്നുള്ളത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്, അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡിറ്റർമിൻ ഫാക്ടർ ആയിട്ട് അവരുടെ കൾച്ചർ മാറുന്നു. ആ കൾച്ചർ, പാട്ടും കലാരൂപങ്ങളും അതിനെക്കുറിച്ചുള്ള പഠനമാണ് എത്നോമ്യൂസിക്കോളജി. അപ്പൊ ഞാൻ ക്ലബ് ചെയ്തത് ഈ മ്യൂസിക് എങ്ങനെ ഹിസ്റ്ററിയുടെ ഒരു സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ ഈ മൾട്ടി ഡിസിപ്ലിനറി കാലഘട്ടമാണല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. NEP ഒക്കെ പറയുന്ന എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ, NEP 2020 ഒക്കെ പറയുന്ന പ്രധാനപ്പെട്ട സാധനം യു ഹാവ് ടു കൊളാബറേറ്റ് സംതിങ് ന്യൂ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഹിസ്റ്ററി എത്നോമ്യൂസിക്കോളജി ആയിട്ട് ക്ലബ് ചെയ്യാം. ഇതായിരുന്നു എൻ്റെ പ്രൊജക്റ്റിന്റെ സിമ്പിൾ. അതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ടെർമിനോളജി ആർക്കൈവ് ഫോർ ഫ്യൂച്ചർ എന്നായിരുന്നു. ഭാവിയിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ, ഭാവിയിൽ ഇവിടെ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള ഒരു ഫ്യൂച്ചർ ആർക്കൈവ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഉണ്ടാക്കാം. എന്തായിരുന്നു പ്രൊജക്റ്റ് എന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. 1920-30 കാലഘട്ടങ്ങളിൽ നമ്മളെ മലബാറിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഒരുപാട് പാട്ടുകളും കലാരൂപങ്ങളും റെക്കോർഡ് ചെയ്ത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്ത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലുണ്ട്. അത് ഞാൻ പറയുമ്പോൾ പ്രധാനമായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലൊക്കെ റെക്കോർഡിങ് വരുന്നത് 1960-കളിൽ അത് റെക്കോർഡ് ചെയ്തത് ഒരു ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റ് ആയ അർണോൾഡ് ആഡ്രിയാൻ ബാക്കയാണ്. അന്നത്തെ ഒരു ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലേക്ക് അറിയായിരിക്കും, എഞ്ചിനീയർ ആയതുകൊണ്ട് ജർമ്മൻ ടെക്നോളജിയായ ടെഫി റെക്കോർഡിംഗ് ടെക്നോളജി എന്നാ പറയാം. ആ ടെഫി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ മലബാറിലെ കോഴിക്കോട് മുതൽ പരപ്പനങ്ങാടി മുതൽ എല്ലാ തീരപ്രദേശത്തും പോയിട്ട് അവർ ഇത്തരത്തിലുള്ള കോമൺ ആളുകളെ പാട്ടും പരിപാടികളൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു. ഈ സാധനം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഹെർബ് ആൽബർട്ട് സ്കൂൾ ഓഫ് മ്യൂസിക്കിലുണ്ട്. നമ്മളെടുത്ത് നമ്മളെ 1980-കളിലെ പാട്ട് പോലും ഇല്ല. സോ ഇതായിരുന്നു എൻ്റെ തീം. ഇതിനെങ്ങനെ പഠിക്കാം എന്നതായിരുന്നു ഈ ആർക്കൈവ്. ഇത് പബ്ലിക്കലി അവൈലബിൾ ആണ്, നിങ്ങളത് കണ്ടിട്ടോ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ PhD ആവശ്യാർത്ഥം ഞാൻ ഇവരായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഫസർ ആമി കാത്തലിൻ ജെറാസ് ബോയ് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ട്. അവരാണ് ഇതിന്റെ UCLA പ്രൊഫസറാണ് എത്നോമ്യൂസിക്കോളജി. അവർ വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഒരു സഹായിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെ അവർ വഴി ഇത് പഠിച്ചപ്പോൾ എൻ്റെ നാടായ പരപ്പനങ്ങാടി നിന്ന് റെക്കോർഡ് ചെയ്ത കോൽക്കളി ഉണ്ടല്ലോ നമ്മളെ, ആ കോൽക്കളി അറിയാലോ. ആ വീഡിയോ പോലും അവൈലബിൾ ആണ്. 1939 കോൽക്കളിയുടെ വീഡിയോ ഇപ്പോഴും അവിടെ അവൈലബിൾ ആണ്. അമേരിക്കയിൽ നമ്മളടുത്ത് 2000 കോൽക്കളിയുടെ വീഡിയോ പോലും ഇല്ല. അങ്ങനെയാണ് ഒരു അക്കാഡമിക്സിനെ അവർ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിന്ന് ലോസ്റ്റ് ആയി പോയ പാട്ടിനെ, കലാരൂപത്തെ, നമ്മളുടെ ശബ്ദത്തെ എങ്ങനെ റിട്രീവ് ചെയ്യാം, എങ്ങനെ റീസ്റ്റഡി നടത്താം, എങ്ങനെ റിപ്പാട്രിയേറ്റ് ചെയ്യാം, തിരിച്ച് കേരളത്തിലേക്ക് തന്നെ കൊണ്ടുവരാം. ഏകദേശം 100 കൊല്ലമായി. അതിനുള്ള ലേണിംഗ്സും ഒരു ഹിസ്റ്റോറിക്കൽ ലേണിംഗ്സും എങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും അന്നത്തെ കാലത്തെ അല്ലെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. കാരണം അന്നത്തെ കാലത്തെ നമ്മുടെ ഒരു കൾച്ചറും മേ ബി നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായ സംഭവങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ, ഞാൻ ഹിസ്റ്ററിയുടെ സ്റ്റുഡൻ്റ് അല്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ പറയാണ് മേ ബി. അതായത് ഈവൺ അന്ന് ഇപ്പോൾ ഒരു 1920s എടുക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത്, ഈവൺ മലബാർ ലഹള നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് റീഡിങ്സ് ഉണ്ട്. അത് എങ്ങനെയാണ് മേ ബി അന്നത്തെ ഈ പാട്ടുകളിലൊക്കെ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവാമല്ലോ അല്ലേ? എക്സാക്ട്ലി കറക്റ്റ്. നിങ്ങൾ ഹിസ്റ്ററി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എന്താണോ കറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ പ്രോജക്റ്റ് എപ്പോഴും ഒരാളോട് പറയുമ്പോൾ അദ്ദേഹത്തിന് കൂടെ മനസ്സിലാവണം. ഓക്കെ, the project merit is not determined by its complication. അതാണ് എനിക്ക് കുട്ടികളോട്, നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരോടും പറയാം. നമ്മൾ വിചാരിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാധനം
അങ്ങനെയൊന്നുമല്ല. ഈ ഫുൾ ബ്രൈറ്റിന് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫുൾ ബ്രൈറ്റ് മുമ്പേ കിട്ടിയ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, യുവർ ഇന്റർവ്യൂ ബോർഡ് മേ കൺസിസ്റ്റ് സംബഡി ഹു ആർ ഔട്ട്സൈഡ് ഓഫ് യുവർ സബ്ജക്ട് ഡൊമൈൻ ആൻഡ് ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് യുവർ സബ്ജക്ട് ദേ വിൽ ഓൾസോ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അതെ, ഒരു അമേരിക്കക്കാരനായിട്ടുള്ള പ്രൊഫസർക്ക് നമ്മുടെ ഒരു മാപ്പിളപ്പാട്ടിന്റെ പ്രാധാന്യം അത് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ ഒരു ടെക്നിക്കൽ സാധനങ്ങൾ പറയുന്നതിന് അപ്പുറത്ത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് സാധനം 1920-കൾ തുടങ്ങി 1921 മലബാർ റെബല്യൻ, അത് കഴിഞ്ഞിട്ട് വന്ന പാട്ടിന്റെ നിരോധനം, പാട്ടിന്റെ നിരോധനത്തിലുള്ള പാട്ടുകളാണ് ഇപ്പൊ ഈ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നത്. പാട്ടുകൾ നിരോധിച്ചിരുന്നു, ഒരുപാട് പാട്ടുകൾ നിരോധിച്ചിരുന്നു. ഓക്കെ, കാരണം ബ്രിട്ടീഷുകാർ ട്രീസൺ എന്ന് പറഞ്ഞ ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ഒരുപാട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാല്, ഈ നമ്മൾ ഡ്രെയിൻ തിയറി ഒക്കെ ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ല, ദാദാഭായ് നവറോജി ഒക്കെ പറയുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ പാട്ടുകൾ ഈ വെൽത്ത് എങ്ങനെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് പറഞ്ഞപ്പോൾ ആ പാട്ട് നിരോധിക്കും. കാരണം ദാറ്റ്സ് ഓൾസോ കൺസിഡർഡ് ആസ് എ വെപ്പൺ അഗെയിൻസ്റ്റ് ദി ആന്റി കൊളോണിയൽ, പഠിപ്പിക്കാൻ ആളുകളെ. അപ്പൊ അത് നിരോധിക്കാൻ വേണ്ടി അവർ ചെയ്തിരുന്നു. അപ്പൊ അതിൽ ട്രെയിൻ തിയറിയുടെ കറക്റ്റ് വരികൾ അതിലൊക്കെ വരികൾ പറഞ്ഞത്, നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ, നമ്മളുടെ കാശു വാങ്ങി ഗ്ലണ്ടിലേക്കയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. ഡ്രെയിൻ തിയറി അല്ലേ പറയുന്നത്, എങ്ങനെയാണ് ഇവിടുന്ന് ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് ആളുകൾ നിരോധിക്കും. ഇത് നിരോധിച്ച സമയത്താണ് നമ്മളുടെ ഈ റെക്കോർഡിങ്സ് ഒക്കെ ഇവിടെ വന്ന് നടത്തിയത്. അപ്പൊ നമുക്ക് ഒരുപാട് നഷ്ടമായി, റെക്കോർഡിങ്സ് ഒക്കെ പോയി. പക്ഷെ ഇത് ഇപ്പോഴും അവിടുത്തെ ആർക്കൈവ്സിലുണ്ട്. So my project is just wanted to restudy that, recollect it, repatriate back to Malabar and make a future archive. Okay. അതായത് ബേസിക്കലി നമുക്ക് മേ ബി എനിക്ക് കിട്ടിയൊരു ലെസൺ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ PhD അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും എനിക്ക് പലപ്പോഴും PhD ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ചില ആർട്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയത്തിലെ PhD വിഷയങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഇതൊക്കെ ശരിക്കും നമ്മൾ അത്ര പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. ചില കാര്യങ്ങളെങ്കിലും മേ ബി അങ്ങനത്തെ ചിലത് ഉണ്ടായേക്കാം. പക്ഷേ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് വലിയൊരു ഒരു ഡീപ് ഡൗൺ ഡൈവ് ചെയ്യാനുണ്ട് എന്നുള്ളത്. ഞാൻ പ്രീ ടോക്കിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട സാധനം ആ ഒരു വേക്കം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് റിസർച്ച്. എല്ലാം ഒറ്റ സബ്ജക്റ്റിൽ മാത്രം ഒരു ടോപ്പിക്കിലും ഒരു തീമിലും ഇങ്ങനെ വീണ്ടും 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 റിസർച്ച് ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. ഒരു പുതിയ തീം നമ്മൾ കണ്ടെത്തുക, അതിൽ നമ്മൾ ഒരു കണക്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നതാണ്. ഫുൾ ബ്രൈറ്റുകൾ ചോദിച്ചപ്പോൾ അതിൽ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു ഫ്യൂച്ചറിൽ ആരെങ്കിലും കൊടുക്കുക എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഇന്ത്യൻ ടോപ്പിക് മാത്രമാണെങ്കിൽ അതിന് US പ്രത്യേകിച്ച് പ്രസക്തിയില്ല. ഒരു US ടോപ്പിക് മാത്രമാണെങ്കിൽ അത് ഇന്ത്യയിലും പ്രത്യേകിച്ച് പ്രസക്തിയില്ല. അപ്പൊ ഇപ്പൊ ഈ ഒരു ടോപ്പിക് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ ഒരു ആർക്കൈവ്സ് ഉണ്ട്. അവർക്ക് ആ ആർക്കൈവ്സിനെ കുറിച്ച് പഠിക്കാൻ ഒരാളെ കിട്ടുകയാണ്. അവർക്ക് 30 മുതൽ ഒരു ഐഡിയ ഇല്ല, ഇങ്ങനെ ആർക്കൈവ്സ് അവിടെ ഉണ്ട്. അതിനെ കുറിച്ച് വളരെ എനിക്ക് തോന്നുന്നു, ഞാൻ വീണ്ടും എന്റെ അറിവില്ലായ്മ എന്ന് ചോദിക്കുകയാണ്, ഈ ആർക്കൈവ്സ് ഒന്ന് റിട്രീവ് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ റിട്രീവ് ചെയ്തിട്ട് അവർ തരാത്തതാണോ, അതല്ല അതൊന്നും നമുക്ക് കിട്ടാതിരിക്കാനുള്ള റീസൺ എന്താണ്? അതാരും ഇത് പഠിക്കാത്തതാണോ? ഇതുവരെ ഇഗ്നോറൻസ് ആണ്, നമുക്ക് അറിയൂല ശരിക്ക് ഇത് എവിടെയൊക്കെയാ ഉള്ളതെന്ന് അറിയൂലല്ലോ. നമ്മളിവിടുന്ന് സ്കാറ്റേർഡ് ആയിട്ട് പോയി, പിന്നെ പല യൂണിവേഴ്സിറ്റികളും ഇത് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഇത് ഒരു ത്രെഡാണ്. നമ്മൾ പലപ്പോഴും പ്രബന്ധം അവതരിപ്പിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടുമ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയാണ് ഇങ്ങനെ കുറച്ച് അവിടെ കളക്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് ഈ പ്രൊഫസർ ആമി കാത്തലിൻ ജയറാസ് ബോയ് ഒരു സമയത്ത് ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മളെ കോളേജിൽ വന്നു, PSMO കോളേജിൽ 2017-2018 ഞാനൊന്ന് ജസ്റ്റ് പഠിച്ച് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പ്രൊഫസർ ആമി സംസാരിക്കുന്നതൊക്കെ ഇതിനെ കുറിച്ചാണ്. ഇങ്ങനെ കുറെ റെക്കോർഡിങ്സ് ഉണ്ട്. അപ്പൊ ഞാൻ കരുതി വളരെ കുറച്ച് റെക്കോർഡിങ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ റെക്കോർഡിങ്സാ. അത് ഹിസ്റ്റോറിക്കൽ റിച്ച് സോഴ്സ് ആണ്, വോയിസ് റെക്കോർഡിംഗ് ആണ്, വിഷ്വൽ റെക്കോർഡിംഗ് ആണ്. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് പഠിച്ചുകൂടാ. അതാണ് ഞാൻ PhDക്ക് തന്നെ ആ തീം എടുക്കാൻ കാരണം. നിങ്ങളൊരു അക്കാഡമിക് ജേർണി ജസ്റ്റ് ഒന്ന് പറയാം, നമ്മൾ ഇതുവരെ സംസാരിച്ചില്ല. അതായത് നിങ്ങൾ എവിടുന്നാണ് തുടങ്ങിയത് എന്നുള്ളത്. എന്റെ അക്കാഡമിക് ജേർണി വളരെ നോർമൽ അക്കാഡമിക് ജേർണിയാണ്, വളരെ നോർമൽ അക്കാഡമിക് ജേർണി. സാധാരണ ഫുൾ ബ്രൈറ്റ് ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് IIT നിങ്ങൾക്ക് IIT ഫെലോസ് ആണ് കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ IIM ഉണ്ടാവുക.
അല്ലെങ്കിൽ ഇതുപോലെ വളരെ ജേനിയോ അങ്ങനെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇതുണ്ടാവുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ നാട്ടിലുള്ള കേരളത്തിൽ പഠിക്കുന്ന സാധാരണക്കാരായ കുട്ടികളോട് പറയാനുള്ളത് വളരെ നോർമൽ രൂപത്തിൽ അക്കാഡമിക്സിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ നോർമൽ രൂപത്തിൽ വരണമെന്നല്ല, ഏറ്റവും എക്സൽ ചെയ്ത് പോകണം എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. പക്ഷെ എന്നാലും എല്ലാവർക്കും ചാൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ചാൻസ്. നമുക്ക് ഒരു സ്പെഷ്യൽ ക്വാളിറ്റിയോ ഒരു സ്പെഷ്യൽ ബേസിക് ഫൗണ്ടേഷനോ ഭയങ്കര സ്ട്രോങ് ബാക്ക്വേർഡ്നെസ് ഒന്നും ഇതിന് ആവശ്യമില്ല. നമുക്കൊരു പെർസ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു അതാണ് പ്രധാനം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ സന്തോഷത്തിൽ പറയാൻ കാരണം അങ്ങനെ നോർമൽ BA PSMO കോളേജിൽ കഴിഞ്ഞു. PhDക്ക് പോകുന്ന സമയത്ത് PGക്ക് പോകുന്ന സമയത്ത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സാറ് പറഞ്ഞു ഇവിടെ വരുന്നതാണ് നല്ലതെന്ന് PSMOയിൽ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു പാട്ട് പാടാനുള്ള ആള് കോളേജിൽ ഉണ്ടാവില്ല 2 കൊല്ലത്തേക്കും കൂടെ, അത് സീസൺ കലോത്സവത്തിലേക്ക് കിട്ടാൻ വേണ്ടിയുണ്ട്. അങ്ങനെ വീണ്ടും PG PSMOയിൽ തന്നെ വന്നു. നല്ല കാലമായിരുന്നു PSMO കോളേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളെ കരിയർ എൻ്റെ അടക്കമുള്ള ഈ ഫുൾ ബ്രൈറ്റിനൊക്കെ ഇത്ര സപ്പോർട്ട് തന്ന ഒരു സ്ഥാപനം എൻ്റെ PSMO ഫസ്റ്റ് ഫുൾ ബ്രൈറ്റ് ഫെലോ നിങ്ങളായിരിക്കും? PSMO ഫസ്റ്റ് ഫുൾ ബ്രൈറ്റ് ഞാൻ തന്നെ ആയിരിക്കും, ഉറപ്പായിട്ടായിരിക്കും. അപ്പോൾ അവരെല്ലാ സപ്പോർട്ടും തന്നു. PG കഴിഞ്ഞു. ഞാൻ നേരെ സിവിൽ സർവീസിനാണ് പോയത്, ഡൽഹിക്ക് പോയി. ഹയർ എഡ്യൂക്കേഷൻ ജസ്റ്റ് ഒന്ന് ചവിട്ടി പിടിച്ചാണ് പിന്നെ ഇവിടെ പോയത്. ഡൽഹിയിൽ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ എഴുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പായല്ലോ ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ജസ്റ്റ് മിസ്സായി. പക്ഷെ അതൊരു ഭാഗ്യത്തിനായിരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് മംഗലാപുരത്ത് എനപ്പോയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എനപ്പോയ യൂണിവേഴ്സിറ്റി. അവിടെ സിവിൽ സർവീസിന്റെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയിട്ട് വന്നു. അങ്ങനെയാണ് മംഗളൂർ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. പ്രൊഫസർ ലോകേഷ് ആയിരുന്നു ഗൈഡ്. അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ആമിയെ ഞാൻ കോൺടാക്ട് ചെയ്തു. ആമിയെ കോൺടാക്ട് ചെയ്ത ഉടനെ തന്നെ ആമി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എന്നും ഗ്രീൻസ്ബോറോ പണ്ടത്തെ കണക്ഷൻ ഉപയോഗിക്കണം ഒരു ഗ്രീൻസ്ബോറോ യൂണിവേഴ്സിറ്റിയിൽ അന്നത്തെ ഒരു ഡീൻ ഉണ്ടായിരുന്നു, ഉമർ H. അലി, ഒരു പ്രഗത്ഭനായ ഹിസ്റ്റോറിയനാണ്. അവർ രണ്ടാളും കൂടെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ PhD കഴിഞ്ഞു. അപ്പോൾ പ്രപ്പോസൽ കൊടുത്തു. ഇപ്പോൾ PhD എടുത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ആ മാപ്പിളപ്പാട്ടിനോടുള്ള ഇഷ്ടമുണ്ട്. നിങ്ങൾ ചോദിച്ച വളരെ കറക്റ്റാണ്. PhD ടോപ്പിക് എന്തുകൊണ്ട് എടുത്തു? ഇഷ്ടം കൊണ്ടെടുത്തു. എൻ്റെ മനസ്സുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ PhDയുടെ ഒരു സമയം പോലും ബോറായിട്ട് ഫീൽ ചെയ്തില്ല. ഒരു പുതിയ വായന പോലും ലേസിനെസ് ഉണ്ടായില്ല. ഒരു സാധനം പോലും നാളേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടത് വന്നില്ല. അത് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളുടെ സമയം, നമ്മുടെ പാഷൻ എന്നുള്ള നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത പാഷൻ എന്നുള്ളതിനെ നമ്മൾ റിസർച്ചിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് അത് വലിയൊരു പോയിന്റ് ആണല്ലോ. കാരണം നമ്മൾ പലപ്പോഴും എന്താ പറയാ, ഈ പാഷനൊക്കെ നമുക്ക് നിങ്ങൾ മാപ്പിളപ്പാട്ട് എന്നുള്ളത് ഒരു കരിയറായി സ്വീകരിക്കുന്ന ഒരാൾ ചിലപ്പോൾ ആലോചിക്കുക ഞാനും പാട്ടുകാരനാവാം. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മേ ബി മാത്രം സാധിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിന്റെ മേ ബി റിസർച്ച് തലത്തിലോട്ട് പോവാം എന്നുള്ളത് ഇത് എന്തിനെ കുറിച്ചും ചെയ്യാലോ. ഇവിടെ ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്രിക്കറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യാലോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. ഫുട്ബോൾ ഇഷ്ടമുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാലോ. അത് വലിയൊരു പോയിന്റ് ആണ്. അത് നിങ്ങൾ പറഞ്ഞ പിന്നെ മനസ്സിൽ ഓർമ്മ വന്നൊരു കഥ. ഞാനിങ്ങനെ കോളേജിൽ പാട്ട് തന്നെ ആയിരുന്നു. എൻ്റെ ഒരു ജൂനിയറിനെ കണ്ടല്ലോ, നിയാസാർ പറഞ്ഞല്ലോ, പാട്ടേ ആയിരുന്നു. ഇപ്പൊ ഫുള്ള് സീസോൺ ഇന്റർസോൺ ഒക്കെ പാട്ടായിരുന്നു. അങ്ങനെ പല കലാരൂപങ്ങളും, മാപ്പിളപ്പാട്ട്, കോൽക്കളി, ദഫ്മുട്ട്, അറവനമുട്ട് എല്ലാം, ഓട്ടപ്പാട്ട് എല്ലാം. അങ്ങനെ എല്ലാ പരിപാടിയിലും പാട്ടൊക്കെ പാടി. ഇങ്ങനെ ഒരു ദിവസം PSMO ബസ് കാത്തുക്കുമ്പോൾ എൻ്റെ സീനിയർ, അദ്ദേഹം ഫിസിക്സ് ആണ്, അന്ന് MSc പഠിക്കുക. അന്ന് എന്നോട് വന്നിട്ട് പറഞ്ഞു, അസീഫ് നല്ലോണം പാടും, അസീഫ് നല്ലോണം പഠിച്ചുകൊണ്ടിട്ടോന്ന് വെറുതെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം എങ്ങനെ ആലോചിച്ചു ഇതൊന്നും ഇങ്ങനെ പറയാൻ കാരണം അപ്പം എനിക്ക് തോന്നി പാട്ട് പാടി മാത്രമല്ല പഠിക്കാൻ കൂടെ വേണം. അപ്പം നമ്മൾ പാഷൻ യെസ്, നിങ്ങളോട് ഏറ്റവും താല്പര്യമുള്ള ടോപ്പിക്ക് യെസ്, അതിൽ നിങ്ങൾ എക്സൽ ചെയ്യുക, എൻജോയ് ചെയ്യുക. പ്ലസ് അതിനൊരു അക്കാഡമിക്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ സാധനമാണെങ്കിൽ അത് അക്കാഡമിക്സ് ആയിട്ട് കണക്ട്. എൻ്റെ ഒരു തിയറി ഉണ്ട്, ഒരു സാധനത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ആക്ച്വലി അതിനെ കുറിച്ച് പാഷനേറ്റ് ആയി മാറുന്നത്. ഞാനെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, പാഷൻ എന്നുള്ളത് നമുക്കിങ്ങനെ എവിടുന്ന് ഒന്ന് ഒരു ദിവ്യബോധനം കിട്ടുന്ന ഒരു സംഭവമല്ല. നമുക്ക് ഇഷ്ടമുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവും, മേ ബി അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പറായിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴാണ് അതൊരു ആക്ച്വൽ പാഷനായിട്ട് നമുക്ക് മാറുന്നത് എന്നുള്ളതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് കാര്യം. വളരെ കറക്റ്റ്. അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ കറക്റ്റ് ഞങ്ങളിപ്പോൾ പറഞ്ഞ തിയറി അങ്ങനെ തന്നെ ആയിരുന്നു വിചാരിച്ചത്. അതിലൂടെ തന്നെയാണ് പോയത്. മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് എന്താ പറയാ, നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എന്നാൽ അധികം ആൾക്കാർക്ക് അറിയാത്ത എന്തെങ്കിലും ഒന്നുണ്ട് കാര്യം? പാട്ട് പാടിയിട്ട് പറയാം. എൻ്റെ PhDയുടെ ടോപ്പിക്ക് മാപ്പിളപ്പാട്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു തീം. എങ്ങനെയാണ് മാപ്പിളമാരിലേക്ക് എത്തിച്ചേരാൻ
മാപ്പിളപ്പാട്ട് ഒരു ചരിത്ര രേഖയാകുന്നത്. മാപ്പിളപ്പാട്ടു എ സോഴ്സ് ടു റീച്ച് ടു ദ ലൈഫ് ഓഫ് മാപ്പിളാസ്, അതായിരുന്നു. അപ്പോൾ മാപ്പിളമാരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ പല സോഴ്സുകളുണ്ട്. ഞാൻ മാപ്പിളപ്പാട്ടിലൂടെ മാത്രം അതിനെ അനലൈസ് ചെയ്തതാണ്. അപ്പോൾ മാപ്പിളപ്പാട്ടിൽ ഏതൊക്കെയാണ് ടൈപ്പുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കത്തുപാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, ദെൻ പടപ്പാട്ടുകൾ, ബദർ പടപ്പാട്ട് ഒക്കെ എല്ലാവരും ഇങ്ങനെ പലപ്പോഴും കേൾക്കുന്നതാണ്. പിന്നെ കല്യാണപ്പാട്ടുകൾ, അപ്പപ്പാട്ടുകൾ, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് പാട്ടുകൾ എങ്ങനെയാണ് വന്നതെന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ മൈഗ്രേഷൻ, നമ്മൾ ഗൾഫ് പോകുമ്പോഴുള്ള കത്തുപാട്ടും അതെങ്ങനെയാണ് സൈക്കോളജിക്കലി കണക്ട് ചെയ്തത്. ഇപ്പൊ റീസെന്റ് ഞാനൊരു കത്തുപാട്ട് പാടിയിട്ട് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി പ്രസ്സിൽ അവരുടെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. മൈഗ്രേഷൻ, ഇമോഷൻ, ട്രാൻസ്നാഷണൽ മ്യൂസിക്കൽ ഫ്ലോ അറൌണ്ട് ദി ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന ഒരു തീമിലായിരുന്നു. കത്തുപാട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുക. മറിയക്കുട്ടിയുടെ കത്തുപാട്ടുണ്ട്, പുലിക്കോട്ടിൽ ഹൈദറിന്റെ, പിന്നെ മകള് ഉപ്പാക്ക് എഴുതുന്ന, ഉപ്പ മകൾക്ക് എഴുതുന്ന, ഭാര്യ ഭർത്താവിന് എഴുതുന്ന, അങ്ങനെ കുറെ കത്തുപാട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ പാടാത് ആ കത്തുപാട്ടുകളാണ് ഒന്നാമത്തെ ഒരു ഭാഗം. പിന്നെ അടുത്തൊരു ഭാഗം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ മാപ്പിളപ്പാട്ടിലൊക്കെ ചില സാധനങ്ങൾ ഹിഡൻ ആണ്. നിങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും പ്രധാന, അത് നമ്മൾ പറയാം അഭിജത് സിസ്റ്റം എന്നൊക്കെ പറയാറുണ്ട്. മാപ്പിളപ്പാട്ടിൽ അറിയുന്ന ആളുകൾ അങ്ങനെയല്ല. നമ്മളൊരു വാക്ക് കണ്ടാൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. മാപ്പിളപ്പാട്ടിന് എപ്പോഴും ഒരു ചില ടെർമിനോളജി ഉണ്ട്, നമ്മളിത് ഒരു അർത്ഥമില്ലാത്ത ടേമുകളാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിന് വ്യക്തമായ അർത്ഥമുണ്ട്. അത് അഭിജത് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതൊരു ടേബിളുമായിട്ട് കണക്റ്റഡ് ആണ്. 1, 2, 3 ഇങ്ങനെ നമ്പർ കൊടുത്ത് അതിന് അക്കങ്ങൾ കൊടുത്തിട്ട് 900, 1000 വരെയുള്ള ഒരു അക്കങ്ങൾ കൊടുക്കും. എന്നിട്ട് ഈ അലിഫ്, ബാ, ജീമ, ആൽഫബറ്റ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ ഈ കോഡ് ചെയ്യുക, നമ്പർ കൊടുക്കുക. അങ്ങനെ ഈ ഇപ്പോൾ അലംറ നമുക്കൊരു മീനിങ് ഉണ്ടാവില്ല ഇപ്പൊ അറബിയിൽ, അലിഫ് ലാം റ അങ്ങനെ കൊടുത്തു. അപ്പൊ ഈ കോഡ് നമ്മൾ ഡീകോഡ് ചെയ്യും, അതിന് കൊടുത്ത അക്കങ്ങൾ. അപ്പൊ നമുക്ക് ആ എക്സാക്റ്റ് ഹിസ്റ്റോറിക്കൽ ഇൻസിഡന്റ് എന്താന്ന്, ആ പാട്ട് എഴുതിയ വർഷം ഏതാന്ന്, ആ പാട്ട് എഴുതിയ ഡേറ്റ് എന്നാണെന്ന്, ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട മരണപ്പെട്ട ആളുകളുടെ എണ്ണം എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആന്റി കൊളോണിയൽ സ്ട്രഗിളിനെ കുറിച്ച്, ചെറൂർ പടപ്പാട്ടിനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ ചെറൂർ പടപ്പാട്ടിൽ, ചെറൂർ പടയിൽ എത്ര ആള് മരിച്ചു എന്ന് നമുക്ക് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് വായിച്ചാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ പാട്ടിൽ ഇതിങ്ങനെ കോഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ, അന്ന് ബ്രിട്ടീഷർ കണ്ടുപിടിക്കാതിരിക്കാനോ? മേ ബി അതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടെക്നിക്ക് ആവാം, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനാവാം, പല കാരണങ്ങളും കൊണ്ടാവാം. അതും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അഭിജത് സിസ്റ്റം. പിന്നെ മാപ്പിളപ്പാട്ടിന് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോയ നേരത്തെ പറഞ്ഞ ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റ് എങ്ങനെയാണ് ഈ പാട്ടിനെ റെക്കോർഡ് ചെയ്ത് പല സ്ഥലത്തും സൂക്ഷിച്ചത് എന്നതായിരുന്നു PhD ഒരു സാധനം. പാട്ടുകൾ പാടാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ പലപ്പോഴും ഫുൾ ബ്രൈറ്റിന് വരെ എന്നെ കൊണ്ട് പാടിപ്പിച്ചു, ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഞാൻ പാടിക്കൊടുത്തൊരു പാട്ട്, പടപ്പാട്ടുകൾ 2 ഇമോഷൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഒരു പടപ്പാട്ട് നമ്മൾ പാടുമ്പോൾ പാടി പടവെട്ടടിയു പിട ഇട കുടി വെടിപ്പടി ഇട അടവാടി കൂടി അങ്ങനെ പോകും. ഇതിപ്പോ ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ആന്റി കൊളോണിയലിന് മാർച്ച് ചെയ്യുമ്പോൾ പാടുന്ന പാട്ടാണ്, ഉദാഹരണം പടപ്പാട്ടുകൾ. അപ്പം അത് പാടുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു ആവേശം ഉണ്ടാവും. പാടി പടവെട്ടടിയു പിട ഇട കുടി വെടിപ്പടി, ഇത് നേരെ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് ആ ഒരു ആവേശം കല്യാണ വീട്ടിൽ ഉണ്ടല്ലോ. അപ്പൊ കല്യാണപ്പാട്ടിന് വേറൊരു ഇമോഷനാണ്. നാളെ സ്വർഗ കല്യാണം, നായക നബി തിരു കല്യാണം, രണ്ട് മോഡാണ്. സോ വൺ ഓഫ് മൈ തിയറി, ഈ ഒരു ഫുൾ ബ്രൈറ്റ് പ്രപ്പോസലിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ യുവർ മൈൻഡ് ആൻഡ് ബോഡി ഹൗ ടു റിയാക്ട് ഇറ്റ്, അതിനെ കൊടുത്തൊരു തിയറി ഉണ്ട്, മൈൻഡ് ബോഡി ജർക്കിങ്. ഞാൻ അങ്ങനെ ആ തിയറിറ്റിക്കലിലേക്ക് പോകുന്നില്ല, കാരണം പോസ്റ്റ് ഡോക്ടറിലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം കുറേ തിയറിറ്റിക്കൽ സാധനം അതിന്റെ പിന്നിലുണ്ടാവും. പക്ഷെ ഈ ഒരു ഓഡിയൻസിനോട് ഞാൻ ആ തിയറി പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെ ഒരുപാട് നല്ല തിയറി സെറ്റ് ചെയ്താലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു സാധനം അതെ ഒരു ലെമൻ പെർസ്പെക്റ്റീവ് നമുക്ക് എഴുതി കൊടുത്ത് സമർത്ഥിക്കൽ സാധ്യമല്ല. അപ്പോൾ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കിലേക്ക് ഇതിനെ നമ്മൾ കൊണ്ടുവരിക എന്നല്ല, സിമിയോട്ടിക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മൈൻഡ് ബോഡി ജർക്കിംഗ് എന്ന് പറയുന്ന, സൈക്കോളജിക്കൽ വെപ്പൺ എന്നൊക്കെ പറയുന്ന പുതിയ തിയറിയിലേക്ക് ഈ എക്സിസ്റ്റിംഗ് ആയ സാധനത്തെ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. നമുക്ക് പിന്നെ ഒരു പോസ്റ്റ് ഡോക്ടറിനൊക്കെ പോകുന്ന ആളുകൾക്ക് വേണ്ട ഒരു സംഭാഷണത്തിൽ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് മാത്രമായിട്ട് പറയാം. യെസ്, ഓക്കെ. മേ ബി അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്ത് പോകുന്നത് കുട്ടികളൊരു പ്രശ്നമായി കാണുന്ന, അല്ലെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പലരും ചിന്തിക്കുന്നൊരു കാലഘട്ടം കുറേയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. സ്റ്റെം ഏരിയാസിനോട് ആളുകൾക്കൊരു
ഒരു കൂടുതലായിട്ടുള്ളൊരു ഇഷ്ടം. റീസൺസും ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ജോബ്സ് കൂടുതൽ സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ടെക്നോളജി മേഖലയിലാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരു ഫാക്റ്റാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എന്താ പറയാ, ഇങ്ങനെ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ മാപ്പിളപ്പാട്ടുകാരനായ ഞങ്ങളെ പിടിച്ച് സയൻസ് പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നുള്ള ഒരു ആശങ്ക എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കോൺവെർസേഷൻ്റെ ഇടയിൽ തോന്നുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയണേ, റൈറ്റ്? അങ്ങനെയുള്ള ആളുകളോട്, ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളോട്, ഈ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് അവർ കരിയർ സെറ്റ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളൊരു പെർസ്പെക്റ്റീവ്? എൻ്റെ പെർസ്പെക്റ്റീവ്, നമ്മൾ ജനറലി എല്ലാവരും പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങളെ കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും പെട്ടെന്നൊരു ജനറലി പറയാനുള്ള ഒരു സാധനം, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഹ്യൂമാനിറ്റീസിലേക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ അങ്ങനെ ഒരു സയൻസ് സ്റ്റെം സ്ഥാനത്തെ അങ്ങനെ കമ്പാരിസൺ നടത്തുകയല്ല, പക്ഷെ റീസെൻ്റ്ലി നമ്മൾ ഡോക്ടറേറ്റ് പോസ്റ്റ് ഡോക്ടറലിനൊക്കെ വേണ്ടിയിട്ട് യൂറോപ്യൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പോയ നല്ലൊരു ശതമാനം ആളുകൾ ബിലോങ്സ് ടു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട്. ഡെഫിനറ്റ്ലി. അപ്പോൾ അങ്ങനെ ഒരു സ്കോപ്പ് അതിന്റെ പിന്നിലുണ്ട്. പക്ഷേ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളപോലെ ഇതിന് അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ ഒരു താല്പര്യവും ഇല്ലാതെ വെറുതെ ഒരു ഡിഗ്രി പഠിക്കാമെന്ന് ഒരിക്കലും കിട്ടൂല. കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പാഷനാക്കി മാറ്റാതെ കിട്ടാൻ സാധ്യത കുറച്ചും കൂടെ കുറവാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ആർക്കും അങ്ങനെ പ്രയാസമൊന്നും വേണ്ട. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ, ഞാൻ ഹ്യൂമാനിറ്റീസിൽ മാത്രം കടന്നു വന്ന ഒരാളാണ് എന്നുള്ള നിലക്ക് നല്ല സ്കോപ്പുകൾ ഹ്യൂമാനിറ്റീസിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഹാർവാർഡ്, കാംബ്രിഡ്ജ്, ചിക്കാഗോ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികൾ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒട്ടുമിക്ക മേജർ യൂണിവേഴ്സിറ്റികളിലും സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ്, ഐ ഡോണ്ട് നോ എക്സാക്ട് ആൻസർ ടു ദാറ്റ്, ബട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ ഒരു അക്കാഡമിക്കൽ തിയറി അപ്ലൈ ചെയ്യാനും ഒരു റിച്ച് ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളത് ഒരു റിച്ച് ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളത് ഒരു കാരണം. റിച്ച് ഹിസ്റ്ററി ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ഒരു കൊളോണിയൽ പശ്ചാത്തലവും അതിന്റെ പിന്നിൽ ഉണ്ടാവാം. പിന്നെ ഒരു അക്കാഡമിക്കൽ കമ്മ്യൂണിറ്റി നല്ല സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയെ ഉപയോഗപ്പെടുത്തലാവാം. പ്ലസ് ഇവിടെ ഉള്ളൊരു അക്കാഡമിക് സ്പേസ് ഉണ്ട്. ആ അക്കാഡമിക് സ്പേസ് അങ്ങനെ തുറന്നു കിടക്കുകയാണ്. അത് കൂടുതൽ ഉപയോഗിച്ചത് ഈ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലെ ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ പെർസ്പെക്റ്റീവും നമ്മളെ മലബാർ ഡയസ്പോറയും മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ചിന്താഗതിയൊക്കെ വരാനുള്ള കാരണം നമ്മളുടെ അക്കാഡമിക്സിനെ നമ്മൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ഇത് ബിൽഡ് ചെയ്യാനുള്ള ഒരു സാധനം. സോ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ഒരു പ്രയാസം വേണ്ട. നല്ല രീതിയിൽ പഠിച്ചാൽ ഒരുപാട് അൺയൂട്ടിലൈസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഏരിയ, ആ സ്പെസിഫിക് ഏരിയ നമുക്ക് പഠിക്കാൻ അല്ലേ, നമ്മുടെ ഡീപ് ഡൈവ് നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററി തന്നെ പഠിക്കാനുണ്ട്. നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ എല്ലാം എല്ലാവരും പഠിച്ച് റെഡി ആയിരുന്നല്ലോ. ഇഷ്ടംപോലെ ഹിസ്റ്ററിയിൽ പഠിച്ച ഒരാൾക്ക്, ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എത്നോമ്യൂസിക്കോളജി ഞാൻ ക്ലബ് ചെയ്തത്, അപ്പോൾ എത്നോമ്യൂസിക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലില്ല, വളരെ കുറവാണ്. ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പോകാന്നുള്ളത് വളരെ ബെറ്റർ. സോ എത്നോമ്യൂസിക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. എത്നോ കൊറിയോളജി ഉണ്ട്. ആളുകൾക്ക് ഈ കലാരൂപങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ച്, ആ ഡാൻസ് ഫോമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി എടുത്ത ഒരാൾക്ക് എത്നോ കൊറിയോളജി പഠിക്കാം. എത്നോ ഗാസ്ട്രൻറ്റോളജി ഉണ്ട്. ഫുഡിനെ കുറിച്ച്, മലബാറിലെ ഫുഡിനെ കുറിച്ച് പഠിക്കാം. അത് ഹിസ്റ്ററിയായിട്ട് കണക്ട് ചെയ്യാം. സെമിയോട്ടിക്സ് ഉണ്ട്. ഇവിടെ കാണുന്ന കുറേ സിമ്പിളുകളെ കുറിച്ച് പഠിക്കാം. അങ്ങനെയുള്ള കുറേ ശാഖകളുണ്ട്. ഏതിലും ആണെങ്കിലും നമുക്ക് സാക്രഡ് സൗണ്ട്, നമ്മളെ മാല, മൗലീദ്, റാത്തീബ്, ഇതൊക്കെ എന്തൊരു വലിയ ഡിസ്കഷനാണെന്നറിയാം നടക്കുന്നത്. അതിനുള്ള ഓരോ പ്ലാറ്റ്ഫോമുകൾ തന്നെ സാക്രഡ് സൗണ്ട് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അതിനൊക്കെ കുറിച്ച് പഠിക്കാം. ഞാനെപ്പോഴും ലാസ്റ്റ് ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുള്ള സംഭവം, നമുക്ക് വേൾഡിലെ ടോപ്പ് 1% ഹിസ്റ്റോറിയൻ ആവാം. ഞങ്ങളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ വെറുതെ പറഞ്ഞു നോക്കട്ടെ. അഗൈൻ ഞാൻ എൻ്റെ കുറച്ച് തിയറികളുണ്ട്. ഒരു കരിയർ ചൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാഷൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വേൾഡിൽ ടോപ്പ് 1% ഹിസ്റ്റോറിയൻ ആവാൻ നമുക്കുള്ളൊരു പോസിബിലിറ്റി വളരെ കുറവാണ് അല്ലേ. ഈ നിങ്ങൾ പറഞ്ഞൊരു എത്നോ മ്യൂസിക്കോളജി എന്ന് പറയുന്ന വിഷയം എടുത്താൽ അതിലൊരു ടോപ്പ് 1% ആവാനുള്ള ചാൻസ് അതിലും മേ ബി കുറവായിരിക്കും. പക്ഷേ ഒരു ടോപ്പ് 20% ഹിസ്റ്റോറിയൻ്റെ നമ്മൾ വരാം. ഒരു ടോപ്പ് 20% എത്നോ, ഇതിൽ രണ്ടിലും കൂടി നമുക്ക് വരാം. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നിടത്തായിരിക്കും എന്ത് ചെയ്യാം, അവിടെ ഒരു ടോപ്പ് 1% ആവാൻ നമുക്ക് പറ്റും. ഒരു 2-3 സ്ഥലങ്ങൾ ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് നമുക്കൊരു ടോപ്പർ ആവാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു ലോജിക്ക്. വളരെ കറക്റ്റ് ആണ്. കാരണം പാട്ട് പഠിച്ച, ഹിസ്റ്ററി പഠിച്ച ഒരാൾക്ക് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഒരു എത്നോ മ്യൂസിക്കോളജി പ്ലസ് ഹിസ്റ്റോറിയൻ ആവാൻ പറ്റും. നമുക്ക് അവസാനിപ്പിച്ചാലോ? നല്ലൊരു പാട്ട് പാടിയിട്ട് നിങ്ങൾ രണ്ടുപേര് എന്താ പറയാ, അത് ഇതിന്റെ ഇടയിലല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിയിട്ട്. ഈ ചാനലിൽ പാട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു പാട്ടുകാരനെ കിട്ടിയാൽ നമുക്ക്
ഓക്കെ, ഞാൻ ഒരു പാട്ട് പാടി അവസാനിക്കാം. സർവാദിനാഥ അല്ലാഹുവേ ആരാധനക്കർഹൻ നീ മാത്രമേ. ഞാൻ പാടി ആർക്ക് ഡിസ്റ്റർബ് ആവോ? ഇല്ലില്ല, ആർക്കും ഡിസ്റ്റർബ് പാടി. സർവാദിനാഥ അല്ലാഹുവേ ആരാധനക്കർഹൻ നീ മാത്രമേ. സർവാദിനാഥ അല്ലാഹുവേ ആരാധനക്കർഹൻ നീ മാത്രമേ. എന്തായാലും താങ്കളുടെ ജേണിയിൽ, റിസർച്ച് ജേണിയിൽ ഇനിയും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ കമ്മിങ് ഷോർട്ട് നോട്ടീസ്. ഓൾ ദി ബെസ്റ്റ്.